ചലച്ചിത്ര ചിത്രീകരണത്തിന്റെ ഇടവേളയ്ക്കു ശേഷമുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കി കവളപ്പാറ ഗ്രാമം. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ചിത്രീകരണമാണ് കവളപ്പാറയിൽ നടന്നത്. കവളപ്പാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും 40ഓളം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഷൂട്ടിംഗിന്റെ ഭാഗമായി. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച ഇന്ദ്രനീൽ രാഹുൽ ടീം സംവിധാനം ചെയ്യുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ഷൊർണൂർ കവളപ്പാറയിലെ ഷൂട്ടിംഗ് പൂർത്തിയായി. പട്ടാമ്പി, ഷൊർണൂർ, കൊല്ലങ്കോട് പ്രദേശങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം. ധ്യാൻ ശ്രീനിവാസൻ, ഷിജു വിൽസൺ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. റോണി സെബാസ്റ്റ്യൻ, കോട്ടയം നസീർ, സീമാജി നായർ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. കവളപ്പാറ കൊട്ടാരം, കവളപ്പാറ സ്മാരക വായനശാല, മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവിടങ്ങളിലായിരുന്നു 3 ദിവസത്തെ ഷൂട്ടിംഗ് നടന്നത്. ക്ലബ്ബ് പോലീസ് സ്റ്റേഷനായാണ് സിനിമയിൽ കാണാനാകുക. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ടാണ് ഈ കെട്ടിടം തിരഞ്ഞെടുക്കാൻ കാരണമായത്. പഴയ കാലഘട്ടം ചിത്രീകരിക്കാൻ സഹായകരമായ ഇത്തരം സ്ഥലങ്ങളോ കെട്ടിടങ്ങളോ ഇപ്പോൾ മറ്റു പലയിടത്തും കാണാൻ കഴിയുന്നില്ലെന്ന് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ പ്രദീപ് മേനോൻ പറഞ്ഞു. അവിചാരിതമായിട്ട് ഇതിൻ്റെ ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിലായിട്ട് നോക്കി വരുമ്പോഴാണ് കവളപ്പാറ കൊട്ടാരത്തിലുള്ള ആര്യങ്കാവ് സ്കൂളിൻ്റെ എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ ഒരു ഷിഷ ക്ലബ്ബ് ഞങ്ങൾ കണ്ടത്. ഇത് കണ്ടോടുകൂടിയിട്ട് കൊല്ലങ്കോട് ഷൂട്ട് ചെയ്യേണ്ട പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ കിട്ടി. ആ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൽ നമുക്കത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹികളും എല്ലാവരും സമ്മതം തന്നു. നമ്മളത് ഷൂട്ട് ചെയ്തെന്ന് തീരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പല സ്ഥലത്തും ഇത്തരം സംഭവങ്ങൾ കാണുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോരുന്ന സമയത്ത് അതെല്ലാം പൊളിച്ചു മാറ്റി പുതിയ ടെറസ് ബിൽഡിംഗ് ഒക്കെ വന്നിരിക്കുകയാണ്. പക്ഷെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒത്തിരി സാധനങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇത്തരം സാധനങ്ങളൊക്കെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. പരിസര പ്രദേശങ്ങളിൽ നിന്ന് 40ഓളം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി. ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയന്റെ സഹായവും ടീമിന് ലഭിച്ചു. ഇതേ ടീമിന്റെ മിന്നൽ മുരളിയിലും ഷൊർണൂർ വിജയൻ സഹകരിച്ചിരുന്നു. മിന്നൽ മുരളി ചെയ്തിട്ടുള്ള വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പടമാണ്. സോഫിയ പോൾ നിർമ്മിക്കുന്ന സിനിമയാണ്. ആ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്ത ബന്ധം കൊണ്ടാണ് ഈ ഷൊർണൂർ സർക്കിളിൽ ഷൂട്ടിംഗ് വരുമ്പോൾ എന്നെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് അവരാവശ്യപ്പെട്ട്. അപ്പോൾ അവർ പറഞ്ഞ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പഴക്കമുള്ള കുറേ കാര്യങ്ങൾ വേണ്ടി വന്നു. പഴയ മനകൾ വേണം, പഴയ ടൈല് പാകിയ ടൈപ്പുള്ള നിലമുള്ള പോലീസ് സ്റ്റേഷൻ വേണം, പഴയ വാഹനങ്ങൾ വേണം, ഇങ്ങനെ പഴയമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റേതായ ഷൊർണൂരിലെ ബന്ധങ്ങൾ വെച്ച് ഈ സെക്കൻഡ് വരെയും ഈ സിനിമയ്ക്ക് ആവശ്യമായി ഒന്നും കിട്ടാതിരുന്നില്ല എന്നുള്ള എൻ്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ എൻ്റെ ബന്ധങ്ങളും എൻ്റെ അധികാരവും ഒരു പരിധിവരെ ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ.